എല്ലാവർക്കും നമസ്കാരം. കേന്ദ്ര സർക്കാർ ജോലിക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഈ വർഷത്തെ ഏറ്റവും വലിയ റിക്രൂട്ട്മെന്റുകളിൽ ഒന്നാണ്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അഥവാ SSC ഔദ്യോഗികമായിട്ട് SSC CGL 2026 നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിരിക്കുകയാണ്. ഏകദേശം 12,256 ഒഴിവുകളാണ് ഇത്തവണ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ മുഴുവൻ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലും മന്ത്രാലയങ്ങളിലും ഇൻകം ടാക്സ്, പോസ്റ്റൽ വകുപ്പ്, ഓഡിറ്റ്, അക്കൗണ്ട്സ്, കസ്റ്റംസ്, GST, CBI തുടങ്ങിയ വകുപ്പുകളിലായി നിയമനം നടത്തുന്നു. കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള പോസ്റ്റുകൾ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, ടാക്സ് അസിസ്റ്റന്റ്, പോസ്റ്റൽ അസിസ്റ്റന്റ്, സോർട്ടിംഗ് അസിസ്റ്റന്റ്, ഓഡിറ്റർ, അക്കൗണ്ടന്റ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് ജോലികൾ എന്നിവയാണ്. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് പോലുള്ള നഗരങ്ങളിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകളിൽ നിയമനം ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ പോസ്റ്റ് ഓഫീസ് സർക്കിളിലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലും SSC CGL വഴി സ്ഥിര ജോലി നേടാൻ വലിയ അവസരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം നേടിയവർക്ക് അപേക്ഷിക്കാവുന്ന ദേശീയതല പരീക്ഷയാണിത്. ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C കേന്ദ്ര സർക്കാർ തസ്തികയിലേക്കാണ് നിയമനം നടക്കുന്നത്. ശമ്പളം ഏകദേശം 25,500 രൂപ മുതൽ 1,51,100 രൂപ വരെ ലഭിക്കും. DA, HRA, TA, മെഡിക്കൽ, പെൻഷൻ, ജോലി സ്ഥിരത എന്നിവ ഉൾപ്പെടെ വലിയ ആനുകൂല്യങ്ങളാണ്. ഈ റിക്രൂട്ട്മെന്റിന്റെ വിശദ വിവരത്തിലോട്ട് കടക്കും മുമ്പായിട്ട് ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും ഉപകാരപ്പെടും. ഈ റിക്രൂട്ട്മെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ കേരളത്തിലെ സാധാരണ ഡിഗ്രിക്കാർക്കും വളരെ മികച്ച അവസരമാണിത്. BA, BSc, BCom, BBA, BSc എഞ്ചിനീയറിംഗ്, നഴ്സിംഗ്, ഹോട്ടൽ മാനേജ്മെന്റ് ഏതെങ്കിലും ഡിഗ്രി മതി. പല പോസ്റ്റുകൾക്കും പ്രത്യേക വിഷയ യോഗ്യത ആവശ്യമില്ല. ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം. ഇപ്പോൾ പ്രധാനമായും എല്ലാവരും അന്വേഷിക്കുന്നത് കേരളത്തിൽ ലഭിക്കാവുന്ന പോസ്റ്റുകളെ കുറിച്ചാണ്. അതിലാദ്യം പറയേണ്ടത് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ പോസ്റ്റ് ആണ്. കേരളത്തിൽ കൊച്ചി ഇൻകം ടാക്സ് സോണിലും തിരുവനന്തപുരം റീജിയണിലുമായി നിയമനം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ പോസ്റ്റിന് വലിയ ഡിമാൻഡാണ്. കാരണം ഈ പോസ്റ്റിന് നല്ല ശമ്പളവും അന്വേഷണ അധികാരവും സമൂഹത്തെ വലിയ സ്ഥാനവുമുണ്ട്. ഫീൽഡ് വിസിറ്റ്, റൈഡ് പരിശോധന, ടാക്സ് അന്വേഷണങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന ജോലി. പേ ലെവൽ 7 ആയതിനാൽ മികച്ച സാലറി ലഭിക്കും. SSC CGLിലെ ഏറ്റവും ജനപ്രിയ പോസ്റ്റുകളിൽ ഒന്നാണിത്. കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ തോതിൽ ഒഴിവുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ടാക്സ് അസിസ്റ്റന്റ് പോസ്റ്റും കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച അവസരമാണ്. ഇൻകം ടാക്സ് ഓഫീസിലും GST അല്ലെങ്കിൽ CBIC വകുപ്പുകളിലുമായി ഈ നിയമനം നടക്കും. ക്ലറിക്കൽ പ്ലസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ജോലി ആയതിനാൽ സ്ത്രീകൾക്കും ഏറെ അനുയോജ്യമായ പോസ്റ്റായി ഇത് കണക്കാക്കപ്പെടുന്നു. വർക്ക് പ്രഷർ താരതമ്യേന കുറവാണ്. ശമ്പളവും സ്ഥിരതയും മികച്ചതാണ്. ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന മറ്റൊരു പോസ്റ്റാണ് പോസ്റ്റൽ അസിസ്റ്റന്റ്, സോർട്ടിംഗ് അസിസ്റ്റന്റ്. പോസ്റ്റ് ഓഫീസ് ജോലി എന്നതിനാൽ കേരളത്തിലെ നിരവധി പേർക്ക് ഇതാണ് ആദ്യ പരിഗണന. SSC CGL വഴിയാണ് കേന്ദ്ര പോസ്റ്റൽ വകുപ്പിലേക്ക് നിയമനം നടക്കുന്നത്. ഹെഡ് പോസ്റ്റ് ഓഫീസ്, RMS, മെയിൽ സോർട്ടിംഗ് സെന്റേഴ്സ് തുടങ്ങിയവിടങ്ങളിലേക്കായിരിക്കും ജോലി. സ്ഥിര ജോലി, നല്ല ജോലി സമയം, കുറഞ്ഞ പ്രഷർ, കുടുംബജീവിതത്തിന് അനുയോജ്യമായ പോസ്റ്റുകൾ എന്നിങ്ങനെ നിരവധി ഗുണങ്ങളുണ്ട്. റേഡിറ്റ് പോലുള്ള കമ്മ്യൂണിറ്റികളിലും ഈ വർഷം പോസ്റ്റൽ അസിസ്റ്റന്റ്, സോർട്ടിംഗ് അസിസ്റ്റന്റ് ഒഴിവുകൾ വലിയ തോതിൽ വരാമെന്ന ചർച്ചകളുണ്ട്. ചില ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ആയിരക്കണക്കിന് ഒഴിവുകൾ പ്രതീക്ഷിക്കപ്പെടുന്നു. കേരളത്തിലെ സ്ത്രീ ഉദ്യോഗാർത്ഥികൾക്ക് ഓഡിറ്റർ, അക്കൗണ്ടന്റ്, ഡിവിഷൻ അക്കൗണ്ടന്റ് പോലുള്ള പോസ്റ്റുകളും വളരെ അനുയോജ്യമാണ്. CGDA, CAG വിവിധ മന്ത്രാലയങ്ങൾ എന്നിവിടങ്ങളിലായി ജോലി ലഭിക്കും. ഓഫീസ് ബേസ്ഡ് സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇത് മികച്ച ഓപ്ഷനാണ്. SSC CGL 2026 അപേക്ഷ സമർപ്പിക്കാൻ ഇതിനകം ആരംഭിച്ചിരിക്കുകയാണ്. അപേക്ഷയുടെ അവസാന തീയതി വരുന്നത് 2026 ജൂൺ 22 തീയതിയാണ്. ടയർ 1 പരീക്ഷ ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കും നടക്കുക. ടയർ 2 പരീക്ഷ ഡിസംബർ മാസത്തിലായിരിക്കും നടക്കുക. ഇത്തവണ പരീക്ഷ രീതിയിൽ ഒരു പ്രധാന മാറ്റവും വന്നിട്ടുണ്ട്. ഓരോ സെക്ഷനും പ്രത്യേക സമയപരിധി ഉണ്ടാകുന്ന സെക്ഷണൽ ടൈമർ സംവിധാനം അവതരിപ്പിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. മാത്സ്, റീസണിംഗ് പോലുള്ള സെക്ഷനുകളിൽ വേഗത നിർണായകമാകും. അതിനാൽ ഇപ്പോൾ തന്നെ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ആരംഭിക്കുന്നത് വളരെ പ്രധാനമാണ്. ഇനി പ്രായപരിധിയെ കുറിച്ച് പറയാം. സാധാരണയായി 18 മുതൽ 32 വയസ്സ് വരെയാണ് വിവിധ പോസ്റ്റുകൾക്കുള്ള പ്രായപരിധി. OBC, SC, ST, EWS, PW വിഭാഗങ്ങൾക്ക് സർക്കാർ നിയമം അനുസരിച്ച് ഇളവുകൾ ലഭിക്കും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ കഴിയും. കേരളത്തിലെ പലരും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് കേരളത്തിൽ തന്നെ പോസ്റ്റിംഗ് കിട്ടുമോ എന്നത്. അതിനുത്തരം ചില പോസ്റ്റുകൾക്ക് കേരളത്തിൽ പോസ്റ്റിംഗ് ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പോസ്റ്റൽ അസിസ്റ്റന്റ്, ടാക്സ് അസിസ്റ്റന്റ്, ഓഡിറ്റർ തുടങ്ങിയ പോസ്റ്റുകൾക്ക് കേരള സോൺ ലഭിക്കാറുണ്ട്. എന്നാൽ ചില പോസ്റ്റുകൾക്ക് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലേക്കും പോസ്റ്റിംഗ് ലഭിക്കാം. എങ്കിലും കേന്ദ്ര സർക്കാർ ജോലി എന്ന നിലയിൽ ഭാവി ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ, പ്രൊമോഷൻ, ഡിപ്പാർട്ട്മെന്റൽ എക്സാം എന്നിവ വഴി മികച്ച കരിയർ ഗ്രോത്ത് ലഭിക്കും. SSC CGL വഴി ലഭിക്കുന്ന പ്രധാന പോസ്റ്റുകൾ കാണാം. ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ,
ടാക്സ് അസിസ്റ്റന്റ്, പോസ്റ്റൽ അസിസ്റ്റന്റ്, സോർട്ടിംഗ് അസിസ്റ്റന്റ്, ഓഡിറ്റർ, അക്കൗണ്ടന്റ്, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, CBA സബ് ഇൻസ്പെക്ടർ, GST ഇൻസ്പെക്ടർ, എക്സാമിനർ, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, ഡിവിഷണൽ അക്കൗണ്ടന്റ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇവയിൽ ചില പോസ്റ്റുകൾക്ക് 60,000-ത്തിലധികം സ്റ്റാർട്ടിംഗ് ഇൻ ഹാൻഡ് സാലറി ലഭിക്കാറുണ്ട്. മെട്രോ സിറ്റീസിൽ HRA കൂടുമ്പോൾ ശമ്പളവും കൂടാൻ സാധ്യതയുണ്ട്. കേരളത്തിലെ PSCക്ക് തയ്യാറെടുക്കുന്ന നിരവധി ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ SSC CGയിലേക്ക് മാറുകയാണ്. കാരണം വാക്കൻസി കൂടുതലാണ്, പ്രൊമോഷൻ ചാൻസസ് നല്ലതാണ്, സാലറി ഉയർന്നതാണ്, റിട്ടയർമെന്റ് ബെനിഫിറ്റ്സും മികച്ചതാണ്. കൂടാതെ കേന്ദ്ര സർക്കാർ ജോലി എന്നതിനാൽ രാജ്യത്തെവിടെയും ജോലി ചെയ്യാനുള്ള അവസരവും ലഭിക്കും. ഈ വർഷം വാക്കൻസി എണ്ണം വലുതായതിനാൽ മത്സരം കടുപ്പമാകാൻ സാധ്യതയുണ്ടെങ്കിലും സ്ഥിരമായി പഠിച്ചാൽ കേരളത്തിലെ സാധാരണ വിദ്യാർത്ഥികൾക്കും ഈ ജോലി നേടാൻ കഴിയും. പ്രത്യേകിച്ച് പോസ്റ്റ് ഓഫീസ്, ഇൻകം ടാക്സ് ഓഡിറ്റർ പോലുള്ള പോസ്റ്റുകൾ ലക്ഷ്യമിട്ട് ഇപ്പോൾ തന്നെ പ്രിപ്പറേഷൻ ആരംഭിച്ച് 2026 കേന്ദ്ര സർക്കാർ ജോലി നേടാനുള്ള വലിയ അവസരം നിങ്ങളെ കാത്തിരിക്കുന്നു. ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ SSC പുറത്തിറക്കിയിട്ടുണ്ട്. അപേക്ഷിക്കുമ്പോൾ ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ്, ഫോട്ടോ സൈസ്, സിഗ്നേച്ചർ ഫോർമാറ്റ്, കാറ്റഗറി സർട്ടിഫിക്കറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം പരിശോധിക്കണം. കൂടുതൽ കേന്ദ്ര സർക്കാർ ജോലി അപ്ഡേറ്റ്സുകൾ, കേരള വാക്കൻസി വിവരങ്ങൾ, പോസ്റ്റ് ഓഫീസ് ആൻഡ് ഇൻകം ടാക്സ് പോസ്റ്റിംഗ് അപ്ഡേറ്റ്സ്, പ്രിപ്പറേഷൻ ടിപ്സ് എന്നിവ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു ജോബ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.